ഹലോ ഗൈസ്, ഈയിടെയായിട്ട് എനിക്ക് വരുന്ന കുറച്ച് കമൻസ് ആണ്. ബ്രോ, താടി ഇങ്ങനെ വളർത്തുന്നത്, അതിനെന്തെങ്കിലും ഓയിൽ ഇടുന്നുണ്ടോ, സെറം ഇടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇടുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ താടി വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് എത്ര കെയർ എടുക്കുന്നുണ്ടോ, നിങ്ങളുടെ മുടിക്ക് എത്ര കെയർ എടുക്കുന്നുണ്ടോ, അത് തന്നെ നിങ്ങൾ താടിക്ക് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം കോണെന്ന് പറഞ്ഞ് വളർന്നു വരും. അപ്പോൾ പ്രോപ്പറായിട്ട് കെയർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ താടി വളർത്തുന്ന കാര്യം ചിന്തിക്കുക. പിന്നെ വളർത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. ഇപ്പം ഞാൻ വളർത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യം എന്ത് ചെയ്തു, 0.5 ഞാൻ ഫുള്ള് ട്രിം ചെയ്തു. മീശ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഒരു 0.5 ട്രിം ചെയ്തു. എന്നോട് ഞാൻ വളർത്താൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് ലെവലിൽ താടി വളർന്നു വരും. പിന്നുള്ളത് കാര്യം, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യും, തലയിൽ യൂസ് ചെയ്യുന്ന ഷാമ്പു അല്ലെങ്കിൽ നമ്മുടെ സാധാ സോപ്പ് ഒന്നും കൊണ്ട് താടിയിൽ യൂസ് ചെയ്യില്ല. നിങ്ങളുടെ താടിനെ കൊല്ലുന്ന പോലെ സാധനം ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ബിയർഡ് ഷാമ്പു മേടിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ChatGPT കണ്ടതാണ്, എന്താ പറയുക, ഈ ബേബി ഷാമ്പു താടിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബിയർഡ് ഷാമ്പു ആണ്. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിവ്യൂ നോക്കിയിട്ട് നല്ല ഷാമ്പു നോക്കി മേടിക്കാം. ആ ബിയർഡ് ഷാമ്പു മാത്രം എന്ത് ചെയ്യുക, താടിയിൽ യൂസ് ചെയ്യുക. അല്ലാണ്ട് കണ്ണി കണ്ട സാധനം ഒന്നും കൊണ്ട് ഇട്ട് കളയരുത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ നമ്മുടെ എല്ലാവരുടെയും താടി കറക്റ്റിൽ നേരെ വളരണമെന്നില്ല. ചിലർ ചുരുണ്ടിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ചുരുണ്ട സാധനം നേരെ ആക്കാൻ വേണ്ടി മറ്റേ കോപ്പിൽ സാധനം ഉണ്ടല്ലോ, മറ്റേ ഹെയർ ഡ്രയർ, ഇതുകൊണ്ട് താടിമേ അടിച്ചു കഴിഞ്ഞാൽ ഈ താടി പൊട്ടിപ്പോവും. അപ്പോൾ എന്താ പറയുക, കോണെന്ന് പറഞ്ഞാൽ പിന്നെയും വരും. നിങ്ങൾ മുടിനെ കൊല്ലുന്ന പോലെയാണ് സാധനം. അപ്പോൾ ഒരിക്കലും ഈ ഒരു ഹെയർ ഡ്രയർ കൊണ്ട് താടിമേ അടിക്കരുത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താടി അത്യാവശ്യം വളർന്നു കഴിയുമ്പം നമ്മളെന്ത് ചെയ്യും, എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബിയർഡ് വാക്സ് അല്ലെങ്കിൽ ബിയർഡ് ഓയിലൊക്കെ കൊണ്ട് മറ്റേ ജെല്ലൊക്കെ കൊണ്ട് തേക്കും. ഇതൊക്കെ നിങ്ങൾ തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് വന്ന് കുളിച്ചിട്ട് മറ്റേ ഷാമ്പു ഒക്കെ ഇട്ട് പരിക്ക് കഴുകിയിട്ട് മാത്രം കിടക്കുക. ആ സാധനം വെച്ചോണ്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് 8 hours ഒക്കെ അത് ഇടാൻ പാടുള്ളൂ എന്ന്. ഞാൻ അത് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ പ്രോപ്പറായിട്ട് ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞതിന് മാത്രം എന്ത് ചെയ്യുക, കിടക്കുക. പിന്നെ താടിക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടൊരു ബിയർഡ് ഓയിൽ നിങ്ങൾ കൊടുക്കണം. അത് ഒരിക്കലും ഈ താടി ഇല്ലാത്തവന്മാർ കണ്ട് വളർത്താനുള്ള ഓയിലാണെന്നും പറയുന്ന സാധനമൊന്നും അല്ലിത്. ഇപ്പം ഇത് ഈ ബിയർഡ് ഓയിൽ എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യുക, ബിയർഡിൻ്റെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള സാധനം മാത്രമാണ്. അല്ലാണ്ട് താടി ഇല്ലാത്തവന്മാർക്ക് ഈ സാധനം തേച്ചാൽ താടി വളരില്ല. അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. എന്ന് പറഞ്ഞാൽ താടി വളരാൻ വേണ്ടി മറ്റേ മിനോക്സിലും കോപ്പും ഒന്നും കൊണ്ട് ഡോക്ടറോട് ചോദിക്കാണ്ടൊന്നും കൊണ്ട് തേക്കരുത്. ഇത് തേച്ച് 2-3 വരെ എനിക്കറിയാം. അവനൊക്കെ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ കറുത്ത് നാശമായിന്. താടി വന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല എൻ്റെ രോമത്തിന് കട്ടിയുണ്ട്. എന്താ പറയുക, നമ്മുടെ ചെറിയ രോമം കണക്കിന് അവനൊക്കെ താടി വന്നു. പക്ഷേങ്കിൽ അത് ഇവന്മാരിത് യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് അത് പോയി തുടങ്ങി. ആ സ്കിന്ന് ഇവന് അപ്ലൈ ചെയ്ത സൈഡ് മൊത്തം കറുത്തുപോയി, നല്ല ഡാർക്കായിന്. അപ്പം ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു മിനോക്സിൽ എന്നൊക്കെ പറഞ്ഞ സാധനം യൂസ് ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുക. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ അത് നിങ്ങളുടെ താടിക്ക് മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നിങ്ങളുടെ മുടിക്ക് നല്ലതാണ്, നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നട്ട്സ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഉറക്കം വേണം. ഉറക്കം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് നല്ലതല്ല. അതുകൊണ്ട് ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ താടിയാണെങ്കിലും നിങ്ങളുടെ മുടിയാണെങ്കിലും നിങ്ങളുടെ സ്കിന്നാണെങ്കിലും എല്ലാം നല്ല ഗ്ലോ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതൊരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മെനയായിട്ടുള്ള ഒരു താടി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ബൈ.